കലാമേള എന്ന ആശയം വളർന്നു വികസിച്ച ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമേളയിൽ എത്തി നിൽക്കുമ്പോൾ അതിനു പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. നമ്മൾ കാണുന്നത് കലാപ്രതിഭകളെ, നൃത്തപ്രതിഭകളെ മാത്രമാണ്. എന്നാൽ കാലങ്ങളായി അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരത്തിൽ ഒരു നൃത്ത അധ്യാപകനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എത്ര കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാനൊരു 20 വർഷത്തിനടുത്തായി നൃത്തരംഗത്ത് സജീവമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ സ്വയം പരിചയപ്പെടുത്തും. എൻ്റെ പേര് ശ്രീരേഷ് എന്നാണ്. സ്ഥലം കാഞ്ഞങ്ങാട് വെള്ളിക്കൂത്ത് പറഞ്ഞ സ്ഥലത്ത്. നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള കലോത്സവവും ഈ കാലഘട്ടത്തിലെ കലോത്സവവും തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം നൃത്ത പരിശീലന രംഗത്ത് ഇത്രയും വർഷം പ്രവർത്തിക്കുമ്പോൾ അത് എങ്ങനെ അതിനെ നോക്കിക്കാണും? മാറ്റങ്ങൾ ഒരുപാടുണ്ട്. പറയുന്നുണ്ട്, കുറേ പറയാനുണ്ട്. മാറ്റങ്ങൾ ഒരുപാടുണ്ട്. അപ്പം പണ്ട് കാലത്തെ കലോത്സവങ്ങളിൽ ഈ ഓരോ ഇനങ്ങളിൽ പങ്കെടുക്കുകയും അതിലൂടെ വളർന്നു വന്ന ഒരാളാണോ, അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തോന്നി? അല്ലല്ല, കലോത്സവത്തിന് മത്സരിച്ചിരുന്നു. ഏതൊക്കെ ഇനങ്ങളിലായിരുന്നു? മുമ്പ് നാടകോത്സവമാണ് മത്സരിക്കുന്നത്. ഇപ്പം നാടകോത്സവം പഠിപ്പിക്കുന്നുണ്ട്, സംഘനൃത്തം പഠിപ്പിക്കുന്നുണ്ട്, തിരുവാതിര. സ്വന്തമായ ഒരു നൃത്ത വിദ്യാലയം നന്ദനം വെള്ളിക്കൂത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പേര്. എത്രത്തോളം കുട്ടികളുണ്ട് അവിടെ? ഉണ്ട്, പിന്നെ ഒരുപാടുണ്ട്. മ്യൂസിക്കിന്റെ ക്ലാസ് ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, പിന്നെ കീബോർഡ്, വയലിൻ, ഗിറ്റാർ, പിന്നെ കഥകളിയുടെ ക്ലാസ് ഉണ്ട്, ഓട്ടംതുള്ളിന്റെ ക്ലാസ് ഉണ്ട്, കേരളത്തിന്റെ ക്ലാസ് ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. പല വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളായിരിക്കും. അപ്പം ഈ കലോത്സവത്തിൽ ഏതൊക്കെ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെയാണ്? ഇപ്പോൾ പിന്നെ ബേക്കൽ സബ് ജില്ല കഴിഞ്ഞു. പിന്നെ ഒരുപാട് കുട്ടികൾക്ക് പ്രൈസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ ഓസൂർ സബ് ജില്ലയിൽ ഇപ്പോൾ പിന്നെ 9 കുട്ടികൾ ഫോക്ക് ഡാൻസ് കളിക്കാറുണ്ട്. ഒരു സംഘനൃത്തത്തിന് ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ പിന്നെ CBSE സ്റ്റേറ്റ് കലോത്സവം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. പിന്നെ പാലക്കാട് വെച്ചിട്ടാണ് ഉണ്ടായത്. അവിടെ ഇപ്പോൾ പിന്നെ 3 ഗ്രൂപ്പായിട്ടും പിന്നെ 7 സിംഗിൾ ആയിട്ടും ഉണ്ടായിരുന്നു. എല്ലാവരും എ ഗ്രേഡും ഉണ്ട്. വലിയ സന്തോഷം. അപ്പൊ കൂടെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ കൂടെ വേറെ കൂട്ടാളികളായി? എൻ്റെ സുഹൃത്ത് പിന്നെ ഒരു അനിയനാണ്, ദിബിൻ എന്ന് പറഞ്ഞിട്ട്. ഓൻ എന്നെ സഹായിക്കും. പിന്നെ അതുകൂടാതെ എല്ലാവരും ഒരു കൂട്ടായ്മയുടെ വിജയം കിട്ടുന്ന ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. മേക്കപ്പ് ആർ എപ്പോഴും ഇല്ല, മേക്കപ്പ് ആറാന്ന് വെച്ചിട്ടുള്ളത്. വേറെ ഇവരെ കിട്ടാന്നുണ്ടെങ്കിൽ അടുത്ത മേക്കപ്പ് ആർ തേടും. സ്ഥിരമായിട്ട് ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം? രക്ഷിതാക്കൾ ഭയങ്കര സപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നന്ദനമുള്ളിക്കൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിലത്തെ രക്ഷിതാക്കളാണ് ഭയങ്കര സപ്പോർട്ടായി നിൽക്കുന്നത്. എന്താവശ്യത്തിനും ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പൈസയുടെ പ്രശ്നം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിരിച്ചെടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പോയ കുട്ടികളെല്ലാം എല്ലാവരും സഹായിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയി. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നന്ദനം വെള്ളിക്കോത്തുനിന്ന് സൗജന്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്? മുമ്പുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്നാലും പിന്നെ ബേസിക്കായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ഫീസൊന്നും തരാനില്ലാതെ ഉണ്ട്. പിന്നെ ഞാനും അങ്ങനെ ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊന്നും ഇല്ല, പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വന്ന വഴികളിലൂടെ മറ്റു കുട്ടികൾ അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അവരോടൊരു കരുതൽ അധികം ഉണ്ടാവും. നമുക്കൊന്നും ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അത് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് അത് കിട്ടിക്കോട്ടെ എന്നില്ല ഇതാണ്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് ഏറ്റവും മാതൃകാപരമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കാലങ്ങൾ പോകുന്നതിനനുസരിച്ച് സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കലാരംഗത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് കരുതലാവാൻ ഇത്തരം അധ്യാപകർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് ഓട്ടമലയ്ക്കൊപ്പം വിസ്മയ സത്യം.